2-3 ദിവസമായിട്ട് നമ്മളെ അടുത്ത വീട്ടിൽ നല്ല പഴുത്ത ചീനമുളക് ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് ആവശ്യമില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ പഴുത്ത് നിൽക്കണതെന്ന് തോന്നിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് കുറച്ച് പൊട്ടിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പഴുത്ത് നിൽക്കുന്നത് മൊത്തവും കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ പച്ച അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ചേച്ചിനോട് ചോദിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ പൊട്ടിച്ചെടുക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ വീട്ടിലങ്ങനെ ആളുണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ പൊട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നാലും നമുക്ക് ആവശ്യമുള്ള ചീനമുളകൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ആദ്യം ചീനമുളക് നല്ലപോലെ കഴുകിയാണ്ട് ഇതുപോലെ ഒരു ഉരലിലിട്ടിട്ട് കുത്തിയെടുക്കുക കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നല്ല ചതച്ചെടുക്കുക. പിന്നെ ഉപ്പ്, ഇപ്പം മനസ്സിലായില്ലേ, നല്ല കാന്താരി ചമ്മന്തി ആട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ ഇതാ പുളിങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. നല്ല അങ്ങോട്ട് പേസ്റ്റ് ആവണ്ട, ഒന്നങ്ങോട്ട് ചതച്ച് എടുക്കുക. പിന്നെ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചിട്ടാണ് ആ കളറ്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒക്കെ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളെ നല്ല കാന്താരി പുളിച്ചമ്മന്തി ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പം ഇന്ന് ഇതാണ് ചോറിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. അപ്പം എന്നാൽ ചമ്മന്തി കൂടെ കൂട്ടിയിട്ട് ചൂട് ചോറിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തിന്നാനൊരു പൂതിയാവും, അപ്പം ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.